ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പോഷക ഗുണങ്ങൾ ഒരുപാടുള്ള ലഡുവാണ്. ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് സീഡാണ് എടുത്തേക്കുന്നത്. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ബദാം. നമ്മുടെ കയ്യിലുള്ള ഏത് സീഡ് വേണേലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ഈ സീഡുകളിലെല്ലാം. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഊർജ്ജവും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നമ്മൾ ദിവസവും ഓരോ ലഡു വീതം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം ലഭിക്കുന്നതുമാണ്. ഇനി വേണ്ടത് ഞാൻ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെയൊക്കെ നമുക്ക് കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് ഇത് ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഇട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ സീഡെല്ലാം അതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പംകിൻ സീഡിൽ. ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സൺഫ്ലവറിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ തിളക്കത്തിനും പ്രതിരോധ ശേഷിക്കും നല്ലതാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൽ നാരുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഫ്ലാക്സ് സീഡ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബദാമാണ്. ബദാം ഞാനിപ്പോൾ ഇതിലൊന്ന് ഫ്രൈ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ ബദാം ഫ്രൈ ചെയ്ത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതുള്ളത് കൊണ്ട് ഞാൻ ഇത് പൊടിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മൾ ബദാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബദാം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കും ഒക്കെ നല്ലതാണ്. ചിയ സീഡിൽ ഒമേഗ 3 ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ അയണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഊർജ്ജം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തിൻ്റെ നമ്മൾ അതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം മാറ്റി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചുട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ നനവൊന്നും കാണരുത്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു ലഡു. നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഈ ഈത്തപ്പഴവും ഈ സീഡ്സും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയൊരു തരിതരിപ്പിൽ തന്നെ പൊടിച്ചെടുക്കണം. അങ്ങ് പൗഡർ ആവുകയും ചെയ്യരുത്. നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ചെറിയതൊക്കെ നമുക്ക് കടിക്കാനും കിട്ടണം. ആ രീതിയിൽ പൊടിച്ചെടുക്കണം. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ. ഈ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രീതിയിൽ നമ്മൾ ഒന്ന് ബോൾ പിടിച്ചെടുക്കണം. ഈത്തപ്പഴം നമ്മൾ എടുക്കുന്ന സീഡിന് കണക്കാക്കി എടുത്താൽ മതിയാകും. ആ ഈത്തപ്പഴത്തിൻ്റെ നനവിൽ തന്നെയാണ് നമ്മൾ ഇത് ബോളാക്കി എടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ നിന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറിയൊരു ബോളാക്കി പിടിച്ചെടുക്കാം. ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത് കൊണ്ട് ദിവസവും ഈ ഒരു ലഡു കുട്ടികൾക്കും മുതിർന്നവർക്കും ദിവസവും ഓരോന്ന് വീതം കഴിക്കുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് ക്ഷീണം മാറാനും മുടി കൊഴിച്ചിലും തടയാനും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ദിവസവും ഈ ഒരു ലഡു കഴിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ലഡുവാണിത്.